എന്ത് കാരണമാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ കൈവിടാതെ മാറ്റി അല്ലെങ്കിൽ നടപടി എന്ന രീതിയിലാണോ? അപ്പോൾ രോഗത്തിന് ചികിത്സിക്കാൻ ഒരു പരിപാടി അവരുടെ കയ്യിലില്ല. തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ ഫാൾസ് പ്രസ്റ്റീജ് വെച്ചിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ഇത്രയും ഗൗരവമായ വിഷയത്തിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ശക്തമായ നിലപാടെടുത്തിട്ടും പേരിന് എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം, ഒരു ആത്മാർത്ഥത ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ലല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇഷ്യൂ അത്രയും ഗൗരവമുള്ള ഇഷ്യൂ അല്ലേ? ഇത്രയും ഗൗരവമുള്ള ഇഷ്യൂ താങ്കളുടെ തന്നെ മുന്നണിയിലെ ഘടകകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂവിൽ ഇങ്ങനെയാണോ സത്യത്തിൽ CPIയെ കളിയാക്കുക ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഉത്തരവിലൂടെ CPI ഭീഷണി മുഴക്കിയത് കൊണ്ടാണ് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അവസാനം ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ള ഭീഷണി CPI മുഴക്കിയത് അതുകൊണ്ട് പേരിന് ചെയ്തു. അതുകൊണ്ട് ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു സ്ഥലം മാറ്റ ഉത്തരവ്, സാധാരണഗതിയിലെ സ്ഥലം മാറ്റ ഉത്തരവ് പോലെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്, ഇതൊന്നും വ്യക്തമാക്കപ്പെട്ടില്ല. DGP അന്വേഷിച്ച റിപ്പോർട്ട് എന്താണെന്ന് ഇപ്പോൾ കേരളത്തിന് അറിയില്ല. ഇത് വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ലല്ലോ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവേണ്ടത്. ഏറ്റവും ഗുരുതരമായ ആക്ഷേപം RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആക്ഷേപത്തെക്കുറിച്ച് DGP അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. ആ അന്വേഷണത്തിന്റെ വെളിച്ചത്തിലാണോ സ്ഥലം മാറ്റം? അല്ല, ഇത് സാധാരണ സ്ഥലം മാറ്റമാണോ? ഇതൊന്നും വ്യക്തമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രശ്നങ്ങളിൽ അവർക്ക് ചെയ്യാനുള്ള പ്രയാസമാണ് വ്യക്തമാക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ പ്രയാസമുണ്ട്. ഇത് പിന്നെ ഈ ഭീഷണിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തൊലിപ്പുറത്തെ ചികിത്സയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയും. മാറ്റി 2 ചുമതലയിൽ ഒരു ചുമതല മാറ്റി, ഒരു ചുമതല തുടരുന്നു. അത് സത്യത്തിൽ പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ്. അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നു, പേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഇപ്പം ലോകത്തിലെ മുഴുവൻ ആൾക്കും എന്താ തോന്നുന്നത്, പേടിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും അല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ സംഭവത്തിന് അടിസ്ഥാനപരമായി ഒരു ആത്മാർത്ഥമായ നടപടിയാണോ മുഖ്യമന്ത്രി സ്വീകരിച്ചത്? അല്ല. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.